ഒരു വശം പുലി, മറുവശം കൊരങ്ങൻ. ഈ കാട്ടിൽ ഞാൻ എവിടെ ഓടി രക്ഷപ്പെടും? വെള്ളത്തിലോട്ട് ചാടിക്കോ. പച്ചക്കറി പച്ചക്കറി ഓറഞ്ച് ഓറഞ്ച്. വൗ, നമ്മൾ എന്തായാലും എത്തിക്കഴിഞ്ഞു. സാർ ടാക്സി വേണോ? കുറഞ്ഞ വിലയിൽ ടാക്സി. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വേറെ 7 ദിവസത്തേക്ക് അടിച്ചൊളിക്കാൻ വേണ്ടി വന്നതാ. ടാക്സി വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇട കഴുതേ, ഇവര് ടാക്സി വാടകയ്ക്ക് തരുന്ന കാര്യമാ പറഞ്ഞേ. വെറും 500 മതി സാർ. സാർ ഞാൻ 400 കൊണ്ടുപോകും. സാറേ എനിക്ക് 300 മതി സാർ. ബൊട്ടാണിക്കൽ കാട്ടിലേക്ക് കൊണ്ടുപോകും സാർ. മ്യൂസിയം മുഴുവൻ ഞാൻ കാണിച്ചു തരാം. സാറേ ഒരു 150 രൂപയെങ്കിലും തരണം സാറേ. സാറേ സാറേ ഞങ്ങൾക്ക് വേണ്ട, ഇത് വളരെ കൂടുതലാണ്. ടാക്സി ഉള്ള ഗൈഡ്. ടാക്സിയുള്ള ഗൈഡ്. ടാക്സിക്ക് മാത്രം കാശ് തന്നാ മതി, ഗൈഡ് ഫ്രീ. എന്റെ പേര് ഗൂഫി. നാട് കാണിക്കലാണ് എന്റെ ജോലി. ആരും പോകാത്ത സ്ഥലത്ത് ഞാൻ കൊണ്ടുപോയി കാണിക്കാം. അങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുപോലത്തെ ഒരു സ്ഥലം നിങ്ങൾക്കറിയാൻ സാധ്യതയില്ല. അവിടേക്ക് ഞാൻ കൊണ്ടുപോകാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ആ സ്ഥലം അറിയാം? ഞാൻ ജനിച്ചത് ഇവിടെ തന്നെയാണ്. എന്റെ അച്ഛനാണ് എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തന്നത്. മാത്രവുമല്ല എന്റെ കൈവശം ടാക്സിയുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2 പേരുടെ ആവശ്യമേ ഇല്ല. ഡ്രൈവർ കം ഗൈഡ്. ആലോചിച്ചു നോക്കൂ, 500 രൂപയ്ക്ക് 2 നിങ്ങൾക്ക് കിട്ടും. ഇതെന്തായാലും കൊള്ളാലോ. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കേ, പക്ഷെ നമ്മൾ അതിനു മുമ്പ് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകണം. ഹോട്ടൽ എന്തിനാ? എന്റെ വീട് തന്നെ ഗസ്റ്റ് ഹൗസ് ആണ്. അവിടെ തന്നെ താമസിക്കൂ, അവിടെ നിന്ന് തന്നെ കഴിക്കൂ. 1 1 ഫ്രീ. അടിപൊളി പാക്കേജ് കിട്ടിയിട്ടുണ്ട്. വേഗം വരൂ, എന്റെ ടാക്സി അവിടെയാണുള്ളത്. ഇതെന്താണ് ഈ വണ്ടി സ്റ്റാർട്ട് ആവാത്തത്? ചാവി കറക്റ്റ് ആണല്ലോ. ഹലോ, മര്യാദയ്ക്ക് പുറത്തിറങ്ങിക്കോ, ഇത് എന്റെ ടാക്സിയാണ്. താക്കോല് കറക്റ്റ് ആണ്, വണ്ടി മാറിപ്പോയി. വരൂ, എന്റെ വണ്ടിയിൽ പോകാം. സ്വന്തം ടാക്സി പോലെ വരാത്ത ഇവനാണോ ഇവരെ കൊണ്ട് നാട് കാണിക്കാൻ പോകുന്നത്? പേടിക്കണ്ട, ഗൂഫി എന്നാണ് എന്റെ പേര്. നാട് കാണിക്കലാണ് എന്റെ ജോലി. ഇയാളെ കണ്ടിട്ട് ചെറിയൊരു കഴുതയെ പോലെ തോന്നുന്നുണ്ട്. കഴുതകൾക്ക് കഴുതയെ മനസ്സിലാകൂ. വന്നിരിക്കണം സാർ, ഇരിക്കൂ. എല്ലാത്തിനും സാറിന് പറയുന്നത് സോർദാറാ. താൻ ആദ്യം വണ്ടി സ്റ്റാർട്ട് ചെയ്യേ. ഇത് ചിലപ്പോ വേറെ വല്ലവരുടെ വണ്ടി ആയിരിക്കും. സംശയമുണ്ടോ? അല്ല, ടൂറിസ്റ്റുകൾ എവിടെ പോയി? നിങ്ങൾ കയറിയെന്നാ ഞാൻ കരുതിയത്. ഞാൻ പറയുന്നത് കേക്ക്, ഇയാള് കഴുതയാണ്. അവിടെ മിണ്ടാതിരിക്കടാ. അല്ല, താനെന്തിനാ ഇങ്ങനെ പിന്നോട്ട് പോകുന്നത്? ഓ സോറി, ഞാൻ റിവേഴ്സിലാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഗിയർ മാറ്റാൻ മറന്നുപോയി. നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞു. അകത്തേക്ക് വരൂ. ഇതാണ് നിങ്ങളുടെ റൂം. വെരി ഗുഡ്. ബെഡ് എവിടെയാണ്? ഇവിടെ ഒന്നും തന്നെ ബാഡ് ആയിട്ടില്ല, എല്ലാം ഗുഡ് ആണ്. ഗുഡ്. കിടക്കാനുള്ള കിടക്ക എവിടെന്നാ ചോദിച്ചേ? ഓ ബെഡ്, അത് ഇവിടെ തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എവിടെ പോയി? അതെന്താ ഒറ്റക്ക് എഴുന്നേറ്റ് പോയതാണോ? ആ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. അത് റിപ്പയറിന് കൊടുത്തിരിക്കുകയാണ്. അതെപ്പോഴാ? അത് 2 ദിവസം മുന്നെയാണ് ഞാൻ തന്നെ കൊണ്ട് കൊടുത്തത്. പക്ഷെ മറന്നുപോയെന്നേ. ഞാൻ നാളെ കൊണ്ടുവന്നേക്കാം. ഇന്നെന്തായാലും നിലത്ത് കിടക്കുന്നേ. നിലത്ത് കിടന്നാൽ പെട്ടെന്ന് ഉറക്കം വരും. നാളെ മറക്കാതെ കൊണ്ടുവരണം. ശരി, നിങ്ങൾ എന്തായാലും ഫ്രഷ് ആയിക്കോളൂ. ഞാൻ പോയി ഡിന്നർ റെഡിയാക്കാം. അയ്യോ, അല്ല, വാതിലിവിടെ പോയി. എനിക്ക് തോന്നുന്നത് ആരോ ഇവിടെ നേരത്ത് മാറ്റിയെന്നാണ്. വേഗം വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാം. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ നവരത്ന പുലാവ്.
ഇത് തണുത്തിരിക്കുകയാണല്ലോ സംശയമുണ്ടോ? അതെയോ? അപ്പൊ ഞാൻ എന്താണ് ചൂടാക്കിയത്? താൻ എന്തായി ചെയ്തത്? എന്റെ കൈന്റെ പണി തീർന്നു. കുടിക്കാനായിട്ട് ഇത്രയും ചൂടുള്ള വെള്ളമോ? ഓ മൈ ഗോഡ്, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഞാൻ ചൂടാക്കിയത് വെള്ളമായിരുന്നു. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! ആഹാരത്തിന് പകരം വെള്ളമാണോ ചൂടാക്കേണ്ടത്? സോറി സാർ, നാളെ മുതൽ ഒരു തെറ്റ് സംഭവിക്കില്ല. നമ്മൾ നാളെ രാവിലെ തന്നെ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു. എനിക്ക് ഇവനെ കണ്ടിട്ട് കഴുതയെ പോലെ തോന്നുന്നത്. ആ സംശയം എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. സംശയമുണ്ടോ? ടാക്സി വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ എന്തിനാ പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നത്? ട്രക്കിങ്ങിനൊപ്പം തന്നെ സൈറ്റ് സീനും കാണുക. ഒന്നിന് ഒന്ന് ഫ്രീ. ഫ്രീ ഫ്രീ എന്നൊക്കെ പറഞ്ഞ് നമുക്കിട്ട് പണി തരികയെന്നാ തോന്നുന്നേ. സംശയമുണ്ടോ? നമ്മൾ എന്തിനാണ് ഈ കാട്ടിലേക്ക് വന്നത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്തിനിടയ്ക്ക് കാട് എങ്ങനെയാണ് വന്നത്? അല്ല, കാടെന്താ രാത്രി കൊണ്ട് വളർന്നതാണോ? എടാ, ഇയാള് മേപ്പ് തറകുത്തനെ പിടിച്ചിരിക്കുന്നേ. ആഹാ, അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇത് പുലികളുള്ള കാടാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇയാള് കഴുതയാണ്. ആ, ഇവൻ നിന്നെക്കാളും വലിയ കഴുതയാ. സംശയമുണ്ടോ? ഓടിക്കോ. അയ്യോ! അച്ഛാ അച്ഛാ അച്ഛാ. ഒരു വശം പുലി, മറുവശം കൊരങ്ങൻ. ഈ കാട്ടിൽ ഞാൻ എവിടെ ഓടി രക്ഷപ്പെടും? വെള്ളത്തിലോട്ട് ചാടിക്കോ. ഇനി സർപ്രൈസ് ഒന്നും വേണ്ട, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആ വഴി തന്നെയാണ് ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, നിങ്ങൾ ആ കോട്ട കണ്ടോ? അവിടേക്ക് ആരും വരില്ല. സ്ഥലം അപകടം പിടിച്ചതാണെങ്കിലും അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഗൂഫിയാണ് എന്റെ പേര്, നാട് കാണിക്കലാണ് എന്റെ ജോലി. ഇവൻ കൺഫേം ആയിട്ട് ഒരു കഴുതയാ. സംശയമുണ്ടോ? എടാ, കൺഫേം ആയിട്ട് കഴുതയാണെന്നുണ്ടെങ്കിൽ പിന്നെ നീ സംശയം ഉണ്ടെന്ന് എന്തിനാ ചോദിക്കുന്നത്? നിർത്ത്, രണ്ടുപേരും സംസാരം ഒന്ന് മതിയാക്കുന്നുണ്ടോ? വേഗം വാ, നമുക്ക് ആ കോട്ടയ്ക്കകത്ത് പോകാം. മൃഗങ്ങളിൽ നിന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടാമല്ലോ. നല്ല പഴക്കമുണ്ട്, പക്ഷെ അടിപൊളി ഒരു കോട്ട തന്നെയാ. സംശയമുണ്ടോ? ഗോപി, ഈ കോട്ടയുടെ ചരിത്രത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. ഇതിന്റെ ചരിത്രം വേറൊന്നുമല്ല. ഇവിടേക്ക് ആര് വരുന്നോ അവര് ജീവനോടെ തിരിച്ചു പോവില്ല. കാരണം ഇത് പ്രേതക്കോട്ട എന്നാണ് പറയാറ്. ആ പ്രേതം തന്നെയാ, നന്നായിട്ട് കരയുന്നുണ്ട്. കഴുതേ, പ്രേതം എന്തിനാ കരയുന്നേ? ഇതൊക്കെ കുട്ടിയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അത് കുഞ്ഞായി മാറി കരയുകയാണ്. കൂട്ടുകാരെ, കുട്ടി നമ്മുടെ സഹായം ചോദിക്കുകയാണ്. ട്രാപ്പാണ്, ട്രാപ്പാണ്. നിങ്ങൾ അങ്ങോട്ട് പോകരുത്. ഞങ്ങൾ എന്തായാലും പോവുക. കിഡ്നാപ്പായ കുട്ടികളെല്ലാം പ്രേതമായി മാറിയോ? കിഡ്നാപ്പോ? അതെ, ഈ കുട്ടികളെല്ലാം കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടികളാണ്. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് ഭയങ്കര മണ്ടത്തരമായി പോയി.
ഞങ്ങള് മണ്ടത്തിലൊന്നും കാണിച്ചിട്ടില്ല. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. വന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളോടൊന്ന് ജീവനോടെ തിരിച്ചു പോവില്ല. ഞങ്ങള് തിരിച്ചു പോകും. പക്ഷെ ഒരു കാര്യം, വെറും കൈയോടെ അല്ല, നിന്നെ കൊണ്ടേ പോകൂ. കുട്ടികളെ കിഡ്നാപ്പ് ചെയ്യുന്നോ? നിങ്ങൾ 5ഉം ഞങ്ങൾ 12 പേരും നിന്റെയൊക്കെ പണി ഞാൻ തീർക്കും. പിടിക്കവന്മാരെ. ഇവിടെ നിവന്മാർ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല. ഞങ്ങൾ എന്തിനു പോണം? പിന്നെയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. കുട്ടികളെ വേഗം ആ ചുവരിന് പുറകെ പോയി മറഞ്ഞു നിൽക്ക്. അടിപൊളി അടിപൊളി. ഇതെന്തായാലും നന്നായിട്ടുണ്ട്. സൈറ്റ് സീനിനൊപ്പം തന്നെ കുട്ടികൾ ഫ്രീ. നീ എന്തായാലും എന്നെക്കാളും വലിയ കഴുതയാണെന്നുണ്ടെങ്കിലും നീ കാരണമാണ് ഇന്ന് ഈ കുട്ടികളെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത്. അടിപൊളി. ഇന്നെന്തായാലും നമ്മുടെ പേഴ്സണൽ കഴുത ഒരു നല്ല കാര്യം പറഞ്ഞിരിക്കുകയാണ്. സംശയമുണ്ടോ? ബൈ 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 ബൈ. കൊച്ചളിയ, നമ്മൾ എവിടെ പോയാലും ശരി അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു സാഹസികത നടന്നിട്ടുണ്ടാവും. നീ പറഞ്ഞത് ശരിയാണ് ഹണി. ഇതിന്റെയൊക്കെ സുഖം വേറെ ഒന്ന് തന്നെയാണ്. ബൈ ബൈ.